വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ച സംഘപരിവാർ മാധ്യമങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച പി.കെ. ശ്രീമതി 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. വിശദാംശങ്ങളുമായി നിഖിലാണ് ചെയ്യുന്നത്. നിഖിൽ, എന്താണ് ഈ നോട്ടീസിൽ വ്യക്തമാകുന്നത്? പി.കെ. ശ്രീമതി ഈ വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങൾക്കും മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി.കെ. ശ്രീമതി ഇപ്പോൾ അഡ്വക്കേറ്റ് ബി.പി. ശശീന്ദ്രൻ മുഖേന വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിലവിൽ കർമ്മ ന്യൂസ്, ഭാരത് ലൈവ് എന്നീ ചാനലുകൾക്കാണ് ഇന്ന്, ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കാണ് ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം. 15 ദിവസത്തിനകം ഈ തുക നൽകിയില്ല എങ്കിൽ മറ്റ് നിയമ നടപടികൾ, സിവിൽ, ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, നേരത്തെ തന്നെ പി.കെ. ശ്രീമതി ടീച്ചർ വ്യക്തമാക്കിയതാണ്, ഇത്തരത്തിൽ ഒരു വാർത്ത നൽകിയതിൽ ഖേദപ്രകടനം കൊണ്ടോ തിരുത്തുകൊണ്ടോ താൻ പിന്നോട്ട് പോകില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വക്കീൽ നോട്ടീസിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. മാനനഷ്ടത്തിനുള്ള തുക നൽകണം എന്ന ആവശ്യം മാത്രമാണ് ഉള്ളത്. ജനൻ ടി.വി ഉൾപ്പെടെയുള്ള മറ്റ് മാധ്യമങ്ങൾക്ക് നാളെ ജനൻ ടി.വി, കണ്ണൂരിലെ പ്രാദേശിക സായാഹ്ന പത്രമായ സുദിനം തുടങ്ങിയവയ്ക്ക് നാളെ വക്കീൽ നോട്ടീസ് അയക്കും എന്നുകൂടിയാണ് പി.കെ. ശ്രീമതി ടീച്ചറുടെ അഭിഭാഷകൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വലിയ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് പി.കെ. ശ്രീമതി. വിവരങ്ങൾ നൽകിയത് നിഖിൽ അളവൂരാണ്.